നമ്മളെ KNM-ന്റെ ഉംറ സംഘം 1-ാം തീയതി വന്ന കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട സംഘം ഇന്ന് 5 ദിവസം പൂർത്തിയാക്കി നമ്മൾ മക്കയിലാണുള്ളത്. ഇതിൽ നമ്മുടെ നേരെ ഈ പുറകുവശത്ത് നിന്ന് കാണുന്ന ഈ ഒരു ഭാഗം ഇതാണ് ജബൽ അബി കുബൈസ്. ജബൽ അബി കുബൈസ് എന്ന് പറഞ്ഞ പർവ്വത നിലയാണ്. ഇവിടുന്ന് ഇങ്ങനെ നമ്മളെ റൂമിൻ്റെ ആ സൈഡിലൊക്കെ കാണുന്നത് ഇതിൻ്റെ ബാക്കി ഭാഗമാണ്. ജബൽ അബി കുബൈസ് എന്ന പേര് വരാൻ കാരണം ജാഹിലിയ കാലഘട്ടത്തിൽ അബി കുബൈസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അയാൾ ഇതിൻ്റെ മുകളിലാണ് ജീവിച്ചത് എന്ന് പറയപ്പെടുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് ഇതിന് അബി കുബൈസ് എന്ന പേര് ലഭിച്ചത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. അതുപോലെ തന്നെ ഇതിന് മറ്റൊരു പേര് ജബൽ അമീൻ എന്നൊരു പേരുണ്ട്. അതിൻ്റെ കാരണം ചരിത്ര ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ വലിയ ഒരു ഫൈലാനാത്ത് തൂഫാൻ വെള്ളപ്പൊക്കം ഉണ്ടായി കാബയടക്കം അതിൽ പൊളിഞ്ഞുപോയി എന്നാണ്. അങ്ങനെ കാബയിലെ ഹജറുൽ അസ്വദ് അവിടുന്ന് നേരെ ഒഴുകി വന്ന് പിന്നീട് ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിൽ കാബ പുതുക്കി പണിയുന്ന സന്ദർഭത്തിൽ ഈ പറയുന്ന ഹജറുൽ അസ്വദ് കിട്ടിയത് ഈ പറയുന്ന പർവ്വതത്തിൽ നിന്നാണ്. ഈ പർവ്വതം അതിനെ സംരക്ഷിച്ച് നിർത്തിയതാണ്. അതുകൊണ്ടാണ് ജബലു അമീൻ എന്നൊരു പേര് ഈ ഒരു പർവ്വതത്തിനുണ്ട് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ചരിത്രത്തിൽ മറ്റൊരു സംഭവം കാണാം. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ ചന്ദ്രൻ പുലർന്നതുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹിന്റെ ഒരു മുഅ്ജിസത്ത് വിശദീകരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മക്ക മുശ്രിക്കുകൾ റസൂലുള്ളാഹിനെ വെല്ലുവിളിക്കാൻ, നമുക്ക് ചന്ദ്രൻ ഒന്ന് പിളർത്തി കാണിക്കാൻ കഴിയോ എന്ന് വെല്ലുവിളിക്കാൻ. അങ്ങനെ മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രൻ പുലർന്നു, 2 പൊളിയായി, 2 കഷ്ണങ്ങളായി. അതിൽ ഒരു കഷ്ണം വന്നു നിന്നത് ഈ പർവ്വതത്തിന് മുകളിലാണ്. ഒരു കഷ്ണം നേരെ ഇവിടുന്ന് ആ ഒരു പർവ്വതം കാണായിരുന്നു. ആ ഹറമിന്റെ ആ പുതിയ പണി നടക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് ജബൽ ഖുഐക്കിയാൻ എന്നൊരു മലയുണ്ട്. ഇത് ജബൽ അബി ഖുബൈസ്, അത് ജബൽ ഖുഐക്കിയാൻ. ഈ 2 പർവ്വതങ്ങൾക്കിടയിലാണ് ചന്ദ്രൻ പുലർത്തപ്പെട്ടത് എന്നും ചരിത്രത്തിൽ വായിക്കാം. പിന്നെ അതുപോലെ തന്നെ ജബൽ അബി ഖുബൈസുമായി ബന്ധപ്പെട്ട് വേറെ ശ്രദ്ധേയമായ നമുക്കൊക്കെ അറിയുന്നൊരു വിഷയമാണ് റസൂലുള്ള ആദ്യം മക്കയിൽ നിന്ന് ഒരു ആശ്വാസത്തിന് വേണ്ടി, ശത്രുക്കളുടെ പ്രയാസം സഹിക്കാൻ കഴിയാതെ റസൂലുള്ള ആദ്യം ഹിജറ പോയത് ത്വായിഫിലേക്കാണ്. ത്വായിഫിൽ പോയി റസൂലുള്ള പ്രബോധനം നടത്തി പ്രതീക്ഷയോടുകൂടിയാണ് പോയത്. പക്ഷേ ആ നാട്ടുകാർ റസൂലുള്ളാഹിനെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തി, കുട്ടികളെ കൊണ്ടടക്കം കല്ലെടുത്ത് എറിയിപ്പിച്ച് റസൂലുള്ളാഹിനെ വേദനിപ്പിച്ചു. അങ്ങനെ പ്രവാചകൻ ഇങ്ങനെ രക്തം വാർന്നൊഴുകി ഓടി വന്ന് ഒരു തോട്ടത്തിൽ കയറിയിരിക്കുകയാണ്. അദ്ദാസ്, നമ്മളവിടെ പോകും ഇൻഷാ അല്ലാഹ്. അദ്ദാസിന്റെ തോട്ടം എന്നാ പറയാം. അവിടെ ആ തോട്ടത്തിൽ കയറി റസൂലുള്ളാഹി ഇരിക്കുന്ന സമയത്താണ് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പർവ്വതങ്ങളുടെ അധിപനായ മലക്കിനെ കൂട്ടി റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് വരികയാണ്. എന്നിട്ട് ഈ പർവ്വതങ്ങളുടെ മലക്ക് റസൂലിനോട് പറയാണ്, റസൂലെ മുഹമ്മദ് നബിയെ, താങ്കളെ വേദനിപ്പിച്ച ഈ ത്വായിഫുകാരെ അഖ്ശബൈൻ എന്ന് പറയുന്ന 2 പർവ്വതങ്ങൾക്കിടയിലിട്ട് ഞാൻ അരച്ചു കളയാം റസൂലെ. ഈ അഖ്ശബൈൻ എന്ന് പറഞ്ഞ 2 പർവ്വതം, ഒന്ന് ഈ പർവ്വതമാണ് ജബൽ അബി ഖുബൈസ്, 2 നേരെ ഇൻഷാ അല്ലാഹ് നമ്മൾ പോകുമ്പോൾ കാണും ജബൽ ഖുഐക്കിയാൻ. ഈ 2 പർവ്വതങ്ങൾ ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്ന് ത്വായിഫുകാർ അതിൻ്റെ ഇടയിലിട്ട് അവരുടെ തലയിൽ എന്ത് ചെയ്യാം, ഞാൻ ആ പർവ്വതം ഇടാം എന്ന് പർവ്വതങ്ങളുടെ നേതാവായ മലക്ക് പറഞ്ഞു എന്ന് പറയപ്പെട്ട 2 മല ഇതാണ്. പക്ഷേ റസൂലുള്ളാഹി അത് വേണ്ടാന്ന് പറയുകയും ത്വായിഫുകാർക്ക് വേണ്ടി റസൂലുള്ളാഹി കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പിൽക്കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ കാരുണ്യം കൊണ്ട്, റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന കൊണ്ട് ആ നാട് മുഴുവനും ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നതാണ് ചരിത്രം.